ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിലൂടെ പ്രയാണം ചെയ്യുന്ന നാം നോമ്പിൻ്റെ സുപ്രധാന ദിനമായ 40-ാം ദിനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ രക്ഷാചരിതത്തിലെ സുപ്രധാനമായ 40 എന്ന സംഖ്യയ്ക്ക് ഒത്ത ദിനമാണ് കർത്താവ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരുന്നത്. കർത്താവിൻ്റെ രക്ഷാകരമായ ആ വലിയ ആത്മീയ ജീവിതചര്യ വിശ്വാസികളായ നമുക്കും അനുകരിക്കുവാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി 40-ാം ദിനത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം എത്ര വലുതെന്ന് കർത്താവിൻ്റെ ജീവിതം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവപുത്രനായ യേശു തമ്പുരാൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുകയും തൻ്റെ പ്രബോധത്തിലൂടെ ഇത് ആത്മീയ ഊർജം സംഭരിക്കുവാൻ, ആത്മീയ ജീവിതത്തിലെ നിതാന്ത ജാഗ്രത പുലർത്തുവാൻ ഏറ്റവും ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഘടകമായി മാറണം. മറ്റൊന്ന്, ദൈവജനത്തിൻ്റെ രക്ഷാചരിതത്തിൻ്റെ ഭാഗമാവുകയാണ് യേശു തമ്പുരാൻ. ആദ്യം മുതൽ പിതാവാം ദൈവം ഒരു ജനതയെ തൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ പ്രഘോഷണത്തിനായും രക്ഷാചരിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായും തിരഞ്ഞെടുക്കുമ്പോൾ ബലഹീനരായ നമ്മെയും ആ ചരിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന്, ദൈവജനത്തോട് ചേർന്ന് നമുക്കും രക്ഷാചരിതത്തിൻ്റെ ഈടുറ്റ ഏടുകളായി മാറുവാൻ സാധിക്കണം. മറ്റ് പ്രധാനമായ ഒരു കാര്യം, കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തെ നാം അനുസ്മരിക്കുമ്പോൾ എപ്പോഴും ജാഗ്രത പുലർത്തിയുള്ള ആ യാത്രയിൽ കുരിശിലേക്ക് അടുത്തു വരുന്ന നാം കൂടുതൽ വിശുദ്ധിയോടെയും കൂടുതൽ സമർപ്പണത്തോടെയും കൂടുതൽ താല്പര്യത്തോടെയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, കുരിശിനെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. നമ്മെ സംബന്ധിച്ച ഈ വർഷം 40-ാം ദിനം വിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് സഭ ഒരുങ്ങുകയാണ്. വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ആ മഹാദിനത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.